ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചീത്ത പേരുള്ള ബാംഗ്ലൂരിലെ ഒരു പാർക്കിലാണ്. വേറെ ഒന്നല്ല, ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു പാർക്കിൻ്റെ തന്നെ. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണിത്. ഈ പാർക്കിൻ്റെ നാട്ടിൽ നിറയെ പേരുകളുണ്ട്. അതായത് കുട്ടികളെ നശിപ്പിക്കുന്ന പാർക്ക്, അതേപോലെ തന്നെ മയക്കുമരുന്നും പെണ്ണും ഒക്കെ ഫ്രീ ആയി കിട്ടുന്ന പാർക്ക്, അങ്ങനെയൊക്കെ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊരു കഥ ഞാൻ ഓൾറെഡി ലാസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറയുകയും ചെയ്തു. ഇതിപ്പോൾ അത് മാത്രമല്ല പറയാൻ വന്നത്. ഇവിടെ ആദ്യം നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനെ പറ്റിയിട്ടും അവിടുത്തെ ഈവനിങ് കാഴ്ചകളെ പറ്റിയിട്ടും ജസ്റ്റ് പറയാം. അതിനുശേഷം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാം. മുൻപ് പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വന്നതെല്ലാം പകൽ സമയത്തായിരുന്നു. വന്ന സമയത്ത് എല്ലാം നല്ല നല്ല കാഴ്ചകളായിരുന്നു, ഫുള്ള് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ വന്നതെന്ന് വെച്ചാൽ സ്വല്പം ലേറ്റായി പോയി. ഈവനിങ് ടൈമിലാണ് വന്നത്. പക്ഷേ ഈവനിങ്ങത്തെ പ്രത്യേകതകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഈവനിങ് ശരിക്കും പകലൊന്നും ഇല്ലാത്ത കുറേ പ്രത്യേകതകളുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ബീച്ചിൽ പോയാൽ എങ്ങനെ നമുക്കൊരു ഫീൽ കിട്ടുമോ, ശരിക്കും അതേ ഫീലാണ് നമ്മൾ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. ചെറിയ കാറ്റും നല്ല തണുപ്പും അതേപോലെ തന്നെ ആ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം നമുക്കൊരു ബീച്ചിൽ പോയാൽ അതേ ഫീല് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഒരു പാറയുണ്ട്. അതായത് ഇതിന് 4 ഗേറ്റാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. 4 ഗേറ്റിൽ കൂടെ നമുക്ക് ഇതിനകത്ത് വരാം. അതേപോലെ തന്നെ 4 ഗേറ്റിനും പുറത്താണെങ്കിൽ നല്ല ദൂരമുണ്ട് പരസ്പരം പോകാനായിട്ട്. അപ്പോൾ അത് കയറി വരുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കയറി വന്ന അതേ ഗേറ്റിൽ കൂടെ തന്നെ തിരിച്ചു പോകുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. പിന്നെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് 3000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു പാറ, അതായത് ആ മല പോലെ കാണുന്നത് ഒരു പാറയാണത്. അതും ഭൂമിയിൽ ഒത്തിരി ഇല്ലാത്ത റെയറായിട്ടുള്ളൊരു പാറയാണത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കയറുന്നതാണ് ആ പാറ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ ബീച്ചിൽ നമ്മൾ എത്തിയ പോലെ അതേ ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ പാറയുടെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ. സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ മുകളിൽ ആ മേഘങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളും അതിനൊക്കെ അവിടെ ഇരിക്കാനും പ്രത്യേക ഒരു സുഖമാണ്. അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് ആ ഏരിയയ്ക്ക്. പിന്നെ ഈവനിങ് ടൈമിലാണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ നിറച്ച് ഫുൾ ഫാമിലീസ് ആയിരിക്കും. അതുപോലെ തന്നെ സൺഡേസിലാണെങ്കിൽ നല്ല തിരക്ക് കാണും. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല ആൾക്കൂട്ടമായിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് നിറയെ കച്ചവടക്കാർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വെള്ളം മേടിക്കണമെങ്കിലും സ്നാക്സ് മേടിക്കണമെങ്കിലും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ ബീച്ചിൽ എങ്ങനെയാണ് ചെല്ലുമ്പോൾ അവിടുത്തെ കച്ചവടക്കാരെയൊക്കെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തും ഈ ബൊട്ടാണിക്കൽ ഗാർഡനകത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഒരു ടെൻഷൻ വേണ്ട. മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ്. 7 മണി എന്ന് പറയുന്നെങ്കിൽ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് അവർ ആ ടിക്കറ്റിൻ്റെ കൗണ്ടർ ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് അകത്ത് കയറിയാൽ മാത്രമേ നമുക്കിവിടെ വരാൻ പറ്റൂ. അതേപോലെ തന്നെ 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇപ്പം ഞാൻ കയറിയപ്പോൾ തന്നെ വിസിലടിക്കുന്നുണ്ട് ആൾക്കാർ ഇറങ്ങി പോകാനായിട്ട്. അപ്പം ആ സമയം 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടതാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ ഈ ഗേറ്റിൽ വന്ന സമയത്ത് അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു, ഇനി നിങ്ങൾക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മരത്തിലൊരു സ്കാനറുണ്ട്, നീ അതിൽ 50 രൂപ സ്കാൻ ചെയ്ത് അയച്ചിട്ട് നീ കയറിപ്പിക്കുക, ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ അവിടുന്ന് അകത്തേക്ക് കയറി വന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അവിടെ നിറയെ ആൾക്കാർ വെറുതെ കയറി വരുന്നുണ്ട്, ഒരു ടിക്കറ്റും ഇല്ലാതെ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അതായത് ഈവനിങ് ടൈമിൽ എനിക്ക് തോന്നുന്നു ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാര്യം ഡെയിലി നടക്കാൻ വേണ്ടിയിട്ട് നിറയെ ആൾക്കാർ പാർക്കിനകത്ത് വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ നൈസായിട്ടൊന്ന് പറ്റിക്കപ്പെട്ടു എന്ന്. എന്നെ ആരും പറ്റിച്ചതല്ല, ഞാൻ സ്വയമായിട്ട് പറ്റിക്കപ്പെട്ടതാണ്. വേറെയൊന്നും കൊണ്ടല്ല, കുറച്ച് നേരം അവിടെ ക്ഷമിച്ച് കാത്തു നിന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു എല്ലാവരും ഫ്രീ ആയി കയറി പോകുന്നത്. അപ്പോൾ അവരുടെ കൂടെ കയറിപ്പോയാൽ മതിയായിരുന്നു. ഇത്തിരി വെപ്രാളം കാണിച്ചത് കൊണ്ട് ഞാൻ സ്വയം പറ്റിക്കപ്പെട്ടു. എന്നാലും സാരമില്ല, അടിപൊളി ഒരു എക്സ്പീരിയൻസ് കിട്ടി. വേറെ ഒന്നുമല്ല, ഈവനിങ് ടൈമിൽ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരുന്നത് അടിപൊളി ഒരു ഫീലാണ്. അത് ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. ഇതുവരെ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് നോക്കുക. പിന്നെ ഞാൻ കയറി വരുന്ന സമയത്ത് തന്നെ ഇരുട്ടായി തുടങ്ങി. വേറെ ഒന്നുമില്ല, 6:30 ശേഷമാണ് ഞാൻ വന്നത്. 6:30 ആയപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങി. പിന്നെ ഞാൻ ഒരു ഗേറ്റിൽ കൂടെ കയറി ഈ പാറയുടെ അടുത്ത് തന്നെ നടന്ന് എത്തുമ്പോഴേക്കും നല്ല ഇരുട്ടായി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പം ഈ പാറയിൽ നിന്ന് നേരെ ഇറങ്ങി അതിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഗേറ്റിൽ കൂടെയാണ് എക്സിറ്റ് ചെയ്തത്. പിന്നെ അവിടുന്ന് ഞാൻ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്നിട്ടാണ് മറ്റേ ഗേറ്റിൽ പോയതും എൻ്റെ വണ്ടി എടുത്ത് പോയതും. അതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ വന്ന ഗേറ്റിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബാംഗ്ലൂരിലെ ലാൽബാഗിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഈവനിങ് വിശേഷങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കടന്നു വരാം. ഈ ബൊട്ടാണിക്കൽ ഗാർഡന് നിറയെ പേരുകൾ നാട്ടിലുണ്ട്. അതായത് പണ്ട് ഇവിടെ വന്ന ആൾക്കാർ ഇവിടുന്ന് പോയിട്ട് നിറയെ കഥകൾ നാട്ടിൽ അടിച്ചിറക്കിയത് കാരണം കുറേ ദുഷ്പേരുകളുള്ളൊരു പാർക്കാണ്, അല്ലെങ്കിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണിത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ വീക്ക് ഡേയ്സിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കപ്പിൾസ് ആയിരിക്കും ഇവിടെ, അതായത് കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ഇത് അവരിവിടെ ഒന്ന് സമയം ചിലവഴിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മുതിർന്നവർക്കൊന്നും ഇത് പെട്ടെന്ന് ദഹിക്കില്ല. അപ്പോൾ മക്കളോട് പറയും അവിടെ പോകണ്ട, അവിടെ ഇരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കും എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ അതൊരു മോശമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതിനൊരു മോശം പേര് വന്നത് എന്നാണ് എൻ്റെ അറിവ്. അതല്ല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക.
അതേപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ച് അത് തിരുത്തി തരിക. ഇങ്ങനെയൊക്കെയുള്ള നിറയെ കഥകൾ ഇറങ്ങിയത് കാരണമാണ് ശരിക്കുമുള്ള കാര്യങ്ങൾ പോലും ആൾക്കാർ ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അതായത് ബാംഗ്ലൂർ പഠിക്കാൻ വരുന്ന കുട്ടികൾ ഇപ്പോൾ ചെന്ന് അവരുടെ മാതാപിതാക്കളോട് ഇന്നതാണ് ഞങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ ഇന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പോലും മാതാപിതാക്കൾ വിശ്വസിക്കില്ല. അവർ പറയുന്ന ഇതേ കണക്ക് നിറയെ കഥകൾ ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയി പഠിക്കുക, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്നൊരു കാലഘട്ടമാണ് ഇപ്പം. വേറെ ഒന്നുമല്ല, ആദ്യം ബാംഗ്ലൂരിനെ പറ്റിയിട്ട് ഇറങ്ങിയ മോശമായ കഥകളാണ് അതിനൊക്കെ കാരണമാക്കുന്നത്. കാരണം വെച്ചാൽ ഇത് കേട്ട് ആൾക്കാർക്ക് ഇപ്പം ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ഇതെല്ലാം കഥകളാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് വേണം ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഈവനിങ് വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ നമുക്ക് എത്രയും വേഗം കാണാം. അതുവരെ ബൈ.